നമസ്കാരം. അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളിൻ്റെ ഹൃദ്യമായ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി കവി, ഗാനരചയിതാവ്, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പ്രതിഭ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ വിസ്മയകരമായ ഒരു ഓർമ്മകളുടെ ഒരു ശേഖരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചന്ദന മണിവാതിൽ തന്നെ നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. മറ്റാരുമല്ല, മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ശ്രീ ഏഴാശ്ശേരി രാമചന്ദ്രൻ. നമ്മുടെ വിഷയം ആരോ ഒരാൾ എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിത്താരയിലോ ഒരു യാത്രയിലോ എവിടെയെങ്കിലും നമുക്കൊരു കാരുണ്യത്തിൻ്റെ മുഖമായി എത്തുന്ന ഒരാൾ. ഒരു പക്ഷേ നമ്മളതിനെ പല പേരിലൊക്കെ വ്യാഖ്യാനിച്ച് വിളിക്കാറുണ്ട് ജീവിതത്തിൽ. ദൈവം ഒരു മനുഷ്യനായി അവതരിച്ചു വന്നോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്നോ, അല്ലെങ്കിൽ ഒരു തരോട് ഒരു കാരുണ്യം വന്നോ, എന്തുകൊണ്ട് വിശേഷിപ്പിക്കാം. മനസ്സിൻ്റെ നേരെ എന്ന് പറയുന്നതാകും കൂടുതൽ സത്യം. അതെ, എനിക്ക് അത്തരം ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു അനുഭവം ഞാനിപ്പോൾ പറയാതെ, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സിനിമാ പാട്ടുകൾ മുഴുവൻ എനിക്കിഷ്ടമാണ്. നല്ല രചനയും സംഗീത ഗുണവുമുള്ള പാട്ട്. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്കാലവും ഇഷ്ടപ്പെടുന്ന ഗാനം സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന സിനിമയിലെ നീലാംബുജങ്ങൾ വിടർന്നു നീല അരവിന്ദായ ദാക്ഷിയെ തേടിയ സിനിമ. ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ, ചിത്രത്തിൽ ജീവൻ തുടിക്കുമല്ലോ, ഈ രണ്ടുപേര് ദേവരാജ മാഷുടെ സംഗീതം. ആ സ്വപ്നം ചിലപ്പോൾ ഫലിക്കും എന്ന് നാട്ടുംപുറത്ത് ഒരു ചൊല്ലുണ്ട്. സ്വപ്നം ഫലിച്ച ഒരു കഥയല്ല, ഒരു നേരായ സംഭവം. അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ നായനാർ സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. ഒറീസയിലെ ശനിവാർ സാഹിത്യ സന്ധ്യ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച തോറും അവർ സാഹിത്യ സമ്മേളനങ്ങൾ നടത്തും. ഒരു അഖിലേന്ത്യാ തലത്തിൽ ഒരു കവി സമ്മേളനം നടക്കുമ്പോൾ എല്ലാ ഭാഷകളിൽ നിന്നും കവികളെ ക്ഷണിച്ചു. മലയാളത്തിൽ നിന്നുള്ള കവികളെ തീരുമാനിക്കുന്ന സാഹിത്യ അക്കാദമിയാണ്. അതുകൊണ്ട് സാഹിത്യ അക്കാദമിയിൽ നിന്ന് സീനിയർ കവിയായ തിരുനെല്ലൂർ സാറും എന്നെയും രണ്ടുപേരെ തീരുമാനിച്ചു. തക്ക നേരം ആകുമ്പോൾ തിരുനെല്ലൂർ സാറിന് വരാൻ പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്ക് രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു തീവണ്ടിയിൽ. ശനിവാർ സാഹിത്യസന്ധ്യയുടെ ഈ സമ്മേളനം നടക്കുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അതിനോട് ചേർന്നാണ്. അപ്പം ഞാനിങ്ങനെ വഴി ചോദിച്ച് അന്വേഷിച്ച് പ്രധാനപ്പെട്ട ഭാരവാഹിയെ തേടി ചെന്നു വീണത് ജഗന്നാഥ ക്ഷേത്രത്തിൽ സന്ധ്യ നേരത്ത് ദീപാരാധന നടക്കുമ്പോഴാണ്. കേരളത്തിലെ അമ്പലമണികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരുമാതിരി ചെലമ്പിച്ച ശബ്ദത്തിലുള്ള ഒരുതരം മണിയടിയൊക്കെയാണ്. അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോഴാണ് പ്രധാന ഭാരവാഹിയെ കണ്ടു. അദ്ദേഹം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ കവിസമ്മേളനം നടന്നു. ഞാനൊരൊറ്റ മലയാളി, വേറെ ആരുമില്ല. ഇംഗ്ലീഷിൽ തയ്യാറാക്കി കൊണ്ടുപോയി ഒരു പരിഭാഷ കവിതയുടെ അവതരിപ്പിച്ചു. രണ്ടാമത് മലയാളത്തിൽ എനിക്കറിയുന്നത് പോലെ ഈണത്തിൽ ഞാൻ ആ കവിത ചൊല്ലി. അങ്ങനെ ശാപ്പാടുമൊക്കെ കഴിച്ച് സന്തോഷമായി കവിസമ്മേളനം തീർന്ന് അതിൻ്റെ അടുത്ത ദിവസം മുതൽ പോയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് കണ്ടുപോരാം, ഒറീസയിൽ ആദ്യത്തെ സന്ദർശനം എന്ന് കരുതി അവരുടെ ബന്ധങ്ങളെല്ലാം വേർപെടുത്തി വന്ന് ഭുവനേശ്വറിൽ, ഈ ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ ക്ഷേത്ര നഗരങ്ങളുടെ കേന്ദ്രം എന്നാണ് പറയുന്നത്, അവിടെ ഒരു മുറിയെടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഈ കൊണ്ടുപോയ ശനിവാർ സാഹിത്യ സന്ധ്യയുടെ ഒരു പ്രവർത്തകനെ കൂടെ അവർ വിട്ടു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പിന്നെ സഞ്ചരിക്കാം. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം കാലത്തെ ഈ കവിത സാമാന്യം നന്നായിട്ടൊക്കെ ചൊല്ലി കുറേ പേര് മേൽവിലാസമൊക്കെ വാങ്ങി അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ മാനസികമായ സന്തോഷത്തോടെ നടക്കാൻ വേണ്ടി രാവിലെ പോവാണ്. നന്നെ നേരം വെളുത്തു തുടങ്ങി. ആ നേരത്ത് ഇങ്ങനെ നടക്കുമ്പോൾ വഴിയെല്ലാം കണ്ട് അപൂർവമായ അപരിചിതമായ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു മലയാളത്തിൻ്റെ ചെറിയൊരു കുരുന്ന ശബ്ദം പോലും കേൾക്കാൻ വയ്യാത്തത്ര പ്രത്യേകത. മുഴുവൻ ഈ തലയോടുകളുടെ ആകൃതിയിലുള്ള ഒറിയ ഭാഷയിലെ അക്ഷരങ്ങൾ മാത്രം എവിടെ നോക്കുമ്പോഴും അല്ല ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരൊറ്റയ്ക്കൊരു മലയാളി അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു ഇടറോഡിലൂടെ പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കേൾക്കുകയാണ്, ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തന്നെ. സഡൻ ബ്രേക്ക് ഇട്ട് ഞാൻ അവിടെ നിന്നുപോയി. കെ.എസ്. ജോർജിൻ്റെ ശബ്ദമാണല്ലോ എൻ്റെ കൗമാര യൗവനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച ഒരു ശബ്ദം, ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം. ചില്ലിമുളങ്കാടുകളിൽ എന്ന പാട്ട് അത് കേട്ട നടുങ്ങി ഞാൻ അവിടെ നിന്നൊരു വിസ്മയത്തിൻ്റെ നടുക്ക്. ഒന്നാമത്തെ വിസ്മയം അവിടെ തുടങ്ങുക. ഈ മീനമാസത്തിൻ്റെ നടുവിൽ ഒരു മഴ പെയ്യുന്നവരുള്ളൊരു അനുഭവം. പെട്ടെന്ന് ആ ഹോട്ടലിൽ കയറി, ചെറിയ ഹോട്ടലാണ്,